കുറച്ച് കാർഡ്ബോർഡ് ഉണ്ട് എടുക്കാൻ. എന്നാൽ എടുത്തിട്ട് വന്ന് നമുക്കിന്നൊരു വാൾ പെയിൻറ് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണോ വേണ്ട ആ രീതിയിൽ നമ്മൾ സ്കെയിലൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 6 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് 5 പീസിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമില്ല പോലെ ചെറുങ്ങോ പിറുങ്ങോ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റും കൂടെ അടിച്ച് കൊടുക്കാം. പിന്നെ പെയിൻറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷ്യം കണ്ട് അടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്, ഫുൾ അങ്ങോട്ട് പരന്നു പോയി. പിന്നെ ഇതിൻ്റെ ഒരു ഇത് വെച്ചെങ്കിൽ ഇതിൻ്റെ കളറ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല കളേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഇത് പീൽ ചെയ്തിട്ടാകുമ്പം എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ആദ്യം കാണുന്ന രീതിയിലേക്കാട്ടി കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ കിട്ടും അത് പീൽ ചെയ്ത സമയത്ത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാൽ ഒരു ലൈക്കൊക്കെ തന്നിട്ട് പോയിക്കോ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിച്ചാ ബൈ ബൈ.